Ladies and gentlemen, Malayalis, welcome back to yet another video. We are reacting to Sambhavam Adhyayam 1. Gamer Freak 8170 Sambhavam മൂവി കാണുമ്പോൾ OTT റിലീസ് ആയിട്ടുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ. ഇതെനിക്ക് കുറച്ചുകൂടി ഞാൻ ചെയ്യണമെന്ന് കംപ്ലീറ്റ് ഇൻറ്റൻറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു കമൻറ്റ് കൂടെ കേട്ടപ്പോൾ അതേ പക്ഷേ തലവേദനയാകും. എന്താ ഉദ്ദേശിച്ചത്? തലവേദനിക്കും. പിന്നെ ഇതിൻ്റെ റിവ്യൂസ് ഭയങ്കര മിക്സഡാണ്. അതാണ് ഞാൻ കുറച്ചുകൂടി ക്യൂരിയസ് ആണ്. IMDb 7.3, 96% ഓഫ് ഗൂഗിൾ യൂസേഴ്സ് ലൈക്ക് ദിസ് ഫിലിം. ഇത് ഞാൻ മിക്സഡ് റിവ്യൂസ് എൻ്റെ ഓഫീസിലും കൊളീഗ്സൊക്കെ പറയുന്നത് മിക്സഡ് റിവ്യൂസ് കേട്ടെ. ചില ആൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പിന്നെ ഓൾസോ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു ഷോർട്ട് ഫിലിം ആദ്യം ഇറങ്ങി അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫിലിം ഇറക്കിയതെന്നും ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലാക്കി. സോ ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര ഐ എം ക്യൂരിയസ് അബൌട്ട് വാട്ട് ദിസ് ഈസ് റൈറ്റ്. ഈ മറ്റ് പലർക്കും ഇഷ്ടമല്ലാത്ത കുറച്ച് യുണീക്കായിട്ട് സാധനങ്ങൾ എനിക്ക് മാത്രം ഇഷ്ടപ്പെടാറുണ്ട് ജനറലി. ഇപ്പം അങ്ങനത്തെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. സോ ഐ എം വെരി ഇൻട്രസ്റ്റഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അല്ലാതെ കുറേ സാധനങ്ങളുണ്ട്. കോൾഡ് കേസ് പറഞ്ഞിട്ടുണ്ട്, റിൻഷാൻ സജസ്റ്റ് ചെയ്ത്, അത് നമുക്ക് ചെയ്യാം. അത് പൃഥ്വിരാജ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്യും. പുരുഷപ്രേതവും നൻപകൽ നേരത്തും മയക്കം, അത് നമ്മുടെ OG വിസ്പർ പറഞ്ഞ കാര്യങ്ങളാണ്. നൻപകൽ നേരത്ത് മയക്കം ഞാൻ സെർച്ച് ചെയ്തായിരുന്നു. പക്ഷെ അത് ഞാൻ വിചാരിച്ചു പഴയ ഏതോ സിനിമയാണെന്ന്. കാരണം വിസ്പർ അത് പറയും. വിസ്പർ എല്ലാം യുണീക്ക് ഐറ്റംസാണ് കൊണ്ടുവരുന്നത്. സോ ഇതിപ്പോൾ 81% റിവ്യൂസ് മമ്മൂട്ടിയുടെ സിനിമ. അത് ഞാനൊരു ഫീൽ ഗുഡ് മൂവി പോലെ തോന്നുന്നു. കണ്ടിട്ടില്ലെന്ന് കാണണം. സംബടി റെഡിറ്റിൽ പറയുന്നത് നമുക്കാണ് സെയിം നൻപകൽ നേരത്ത് മയക്കം വാസ് ബാഡ്. ഓക്കെ, നമുക്കതും ചെയ്യാം. 1 hour 44 minutes ഉള്ളൂ. അപ്പോൾ ഒറ്റ എപ്പിസോഡായിട്ട് ചെയ്യാം, ഒറ്റ വീഡിയോയിൽ ചെയ്യാം. നമുക്ക് അത് നോക്കട്ടെ, ചെയ്യാം. പിന്നെ പുരുഷപ്രേതം നമുക്ക് കറൻ്റ്ലി വി ആർ ഗോയിങ് ടു റിയാക്ട് ടു സംഭവം അധ്യായം 1. അസ്കർ അലി, സിദ്ധാർത്ഥ് ഭരതൻ, വിനീത് കുമാർ, അസിം ജമാൽ. ഈ പുള്ളിയുടെ പേര് വിനീത് കുമാർ എന്നാണല്ലേ. പണ്ടൊക്കെ കാണുമായിരുന്നേ, പക്ഷെ ഇപ്പോൾ കണ്ടിട്ട് കുറേ നാളായി. ഇതേത് ഫിലിമാ? റൈഫിൾ ക്ലബിൽ ഈ പുള്ളിയാണ് മറ്റേ മനസ്സിലായി. ഓക്കെ, വെരി നൈസ്. സോ that will be it for the intro. We are getting into the movie now. Okay. ഡാർക്കാണല്ലോ ഓൾറെഡി. DC മൂവി പോലെ ആയിരിക്കും. Oh shit, okay. She looks like an English woman. She a normal Malayali? Wait, are those bodies? Yeah. I don't want them together even after death. Oh. ഹസ്ബൻഡും ലവറും. ഇത് ഈ സ്ക്രിപ്റ്റ് നമ്മൾ നേരത്തെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇൻഗോസ്റ്റേഴ്സിൽ ഇങ്ങനെ കണ്ടല്ലേ തുടങ്ങുന്നത്. ഡൊറോത്തി മതാമ വെട്ടിക്കൊന്ന് കണക്ട് ചെയ്ത പരിപാടി. ഓക്കെ, എല്ലാവരും ഒരുമിച്ചിട്ടില്ല. കൊള്ളാം, ഐ ലൈക്ക് ഇറ്റ്. Go find him. Wait, what? Oh, he was alive? Dude, ചാക്കി കെട്ടി എറിയാൻ പോകുമ്പോൾ മരിച്ചോന്നൊന്ന് ഉറപ്പ് വരുത്തണ്ടേ? Where are you? Where are you? Don't play with me. Come to me. He's got a nice accent. What accent is that? James. Ooh. Jesus Christ. James. Why are you so scared? He's your wife after all. Come and kiss me. Just like our first time. Hey, what? Get out of there, man. What's wrong with you? Oh. Oh. Wait, what? Why is she not dead? ഞാൻ വിചാരിച്ച ജെയിംസ് ആണത്. ഇങ്ങനത്തെ മിക്ക സിനിമയിലും പുള്ളി ഉണ്ടാവും. സുമതി വളവ്
അതിന് പുള്ളി ഉണ്ടായിരുന്നു. ഇത് എന്തൊക്കെ നടക്കണേ? പിടിയും കിട്ടുന്നില്ലല്ലോ. Dude, look before shooting. എന്നെ അടച്ചു വെച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ച് മറ്റതിൽ നിന്നിട്ടാണ് കൊണ്ടുവന്നത്. അതാരാത്? ഇതാണല്ലോ ബ്രോ തലവേദനയ്ക്കൊന്ന് പറഞ്ഞത്. വേദനിച്ച് തുടങ്ങി. പക്ഷെ ഐ എം ക്യൂരിയസ് കേട്ടോ. man, okay, that's bad. ഭയങ്കര ക്രീപ്പി ആണല്ലോ. ഇത് ചെയ്താ പുള്ളി? ഇതാണ് വെടിയുണ്ട പുള്ളി. എടോ താൻ ടെൻഷൻ അടിക്കണ്ട, ഇപ്പൊ ബെറ്റർ ആണ്. നെക്സ്റ്റ് മന്ത് 24th ഡേറ്റ്. 23rd നമുക്ക് അഡ്മിറ്റ് ആവാം. അതിന് മുന്നേ എന്തെങ്കിലും പെയിനോ ഡിസ്കംഫർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരി. ആനന്ദ് എങ്ങനെ ഇരിക്കുന്നേ? നീതുവിനൊക്കെ ടെൻഷൻ ആണല്ലോ ആനന്ദിന്. ടെൻഷൻ ഉണ്ടോ? ഡ്രസ്സ് മടക്കി വെക്കണേനാ. ഞാനതിൽ കുറച്ച് കാശ് വെച്ചിട്ടുണ്ട്. പോവാതെ രക്ഷയില്ലടോ. ഇങ്ങോട്ട് നമുക്ക് എന്തായാലും 1 മാസം കൂടെ ഉണ്ടല്ലോ. ആന്റി ഉണ്ട്. നീ എന്തേലും ഉണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതി. സാറ് പോവാൻ നോക്കി. ഭക്ഷണമൊക്കെ കഴിക്കണേ. ഇവിടെ ജീപ്പില് പറടാ. നീ എത്തിയോ? ഇല്ലില്ല. അവൾക്ക് ചെറുതായിട്ടൊരു പെയിൻ വന്നായിരുന്നു. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഡോക്ടർ എന്താ പറഞ്ഞു? ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ചിലപ്പോൾ ഇന്ന് തന്നെ ഡെലിവറി വേണ്ടി വരുമെന്നാണ് പറയുന്നത്. തിരിച്ചു പോകാൻ പറ്റൂലേ? അങ്ങോട്ട് വരാം. വേണ്ട, നീ എന്തായാലും പോയി ജോയിൻ ചെയ്യും. പെട്ടെന്ന് എന്തായാലും ഓടിയെത്താനും പറ്റില്ല. ജസ്റ്റ് ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ടെൻഷൻ ആവണ്ട. ആന്റി ഇല്ലേടാ അവിടെ? ഇവിടെ ഉണ്ടോ? വണ്ടി വന്ന് കയറ്. ചേട്ടാ ചായ വേണ്ട. വേണ്ടേ? ഏതാ അവനൊക്കെ? മെഡിക്കൽ കുറച്ചുകൂടെ നേരത്തെ മേടിക്കാറുണ്ട്. ജോയിൻ ചെയ്തില്ലല്ലേ? ജോയിൻ ചെയ്തിട്ട് മെഡിക്കൽ മേടിക്കാൻ പറ്റും. എന്താ സാറേ? ഈ പുള്ളിയാണോ വെടികൊണ്ട് താഴെ കിടന്നത്? എനിക്ക് നല്ല സംശയം ഉണ്ടല്ലോ. ഇവിടെ അത് ശരിയാണ്, പലതരത്തിലും ബി എസ് എൻ മാത്രം റേഞ്ച് കിട്ടും. പക്ഷെ ആ ബി എസ് എൻ എൽ സർവീസ് പ്രൊവൈഡർ ഒന്നും ഓഫർ ചെയ്യില്ല. ഇതുവരെ അത് 4G നിന്ന് 5Gയിലോട്ട് മാറിയിട്ടില്ല. അല്ല 3G ആണോ 4G? പുള്ളിക്കാരിൽ ഇപ്പം ലേബറിലാണെങ്കിൽ എടുക്കൂലല്ലോ. വേറെ ആരെങ്കിലും വിളിക്കേ? പുള്ളിക്കാരി വിളിക്കാതെ ഇല്ല. സാറേ എന്താ വിളിച്ച ഫോൺ എടുക്കാത്തെ? നീതു ഹായ്. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. ഭാഗ്യം. ഞാൻ ആക്ച്വലി ഇയാൾക്കിത് എന്തിൻ്റെ കുഴപ്പമാണ്? ഭാഗ്യം മോൾക്കെങ്കിലും ഒരു ബാക്കി ക്രീപ്പി ഡ്യൂഡ്സ് ഇൻ ദി ഫ്രണ്ട്. ഡോണ്ട് ട്രസ്റ്റ് ദോസ് പീപ്പിൾ. നമ്മുടെ ഇട്ടിച്ചായന്റെ മോളുടെ കാര്യം അറിഞ്ഞായിരുന്ന? അവള് ബാംഗ്ലൂർ പഠിക്കാൻ പോയിട്ടില്ലേ? ഇപ്പൊ ഏതോരുത്തന്റെ കൂടെയാണെന്ന്. പിന്നെ ഇപ്പത്തെ കാലത്ത് പെൺപിള്ളേരെയൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചോട്ട് ഒരു കാര്യമില്ലടാ. ഇവിടെ വെച്ച് അവരുമായിട്ട് അടി ഉണ്ടാക്കുന്നത് ശരിയല്ല. ഇത് അവരുടെ ഏരിയ. എന്റെ ഹൃദയം. ഇതിലെ മറ്റേ പുള്ളി ആദ്യം ഓടിക്കൊണ്ട്
അടുത്ത ഹോസ്പിറ്റലിൽ എവിടെയാ ഉള്ളേ? അങ്ങോട്ട് പോണം കുറച്ച്. പിടിക്ക്. ഇത് വണ്ടി കയറ്റ്. ഈ എന്ത് പരിപാടിയായി കാണിക്കാം? പോലീസ് പറ്റണം. പോലീസ് ആടാ വന്ന് പിടി. അത് കിട്ടേണ്ട പറഞ്ഞായിരുന്നു. അയാൾ കിട്ടുന്നു. പാവം വെച്ച് അത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. ഫ്രണ്ടിൽ കയറിക്കോ. കൊടുക്ക് ടീമിനെ ഇത് കൊടുക്ക്. വണ്ടി ഇടിച്ചെന്ന് പറ. ആ വണ്ടിയുടെ അകത്ത് കയറുന്നു. പിടിച്ചു വന്നാൽ മതി. വണ്ടി എടുക്കണോ? ഇരുന്നിരുന്നിരുന്നോ? അനന്ത് അല്ലേ? ആനന്ദ് സാർ. ആ സേവനല്ലേ ഞാനും പറഞ്ഞേ. അല്ല അനന്ത് വേറേതാണ്. കൊച്ചിയിൽ. ആ കൊച്ചിക്കാരനാണ്. സാറേ സാറേ ഇത് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ. ആരുടെ? ഓ മറ്റേ ഏത് നമ്മുടെ പി ആക്സിഡന്റ് പറ്റിയ? ഓ എടാ നമുക്ക് ഈ പരിമല സ്റ്റേഷനിലേ ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. നീ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേ. വേറെ അറിയിച്ചില്ലേ? അറിയിക്കാം. അവർ വന്നിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി. പിന്നെ ഈ ആ ജീപ്പുകാരുണ്ടല്ലോ, അവരെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞിട്ട് പതുക്കെ വിട്ടാൽ മതി. കാര്യമുണ്ട്. ഇവിടെ ചായ കുടിച്ചാ? ഇല്ല. വാ. ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ. ചില ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ അടിപൊളി ഫുഡാണ്. അല്ല ഇപ്പൊ ഒരു മോളുണ്ട്. പോയി കഴിക്കാൻ തോന്നുന്നു. മോളിന്ന് ജനിച്ചതേ ഉള്ളൂ. കുറച്ച് ടൈം ആയിട്ടുള്ളൂ. അപ്പൊ ചെലവുണ്ടല്ലോ സാറേ. വിട്ടോ? ജോയിൻ ചെയ്തിട്ട് വിട്ടോ? ഇല്ല കുഴപ്പമില്ല സാറേ. അല്ലടാ, നീ ഒരു കാര്യം ചെയ്യേ. നീ സൺഡേ വിട്ടോ, എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇവിടെ അങ്ങനെ പിടിപ്പത് പണിയൊന്നുമില്ല. കടക്ക നടപടിയാണല്ലോടാ. നീ കുഴപ്പക്കാരനൊന്നല്ലല്ലോ. അയ്യോ സാറേ, വൈഫിൻ്റെ കാര്യത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. മിക്ക ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് രാത്രി ഉറക്കമൊന്നും നടക്കാറില്ല. അതാണ് ഞാൻ വന്ന് കയറിയപ്പോ എന്നെ കണ്ട് ചാടി അടിയിട്ടൊരു സർക്കസ്. എടോ, റെസ്പെക്റ്റ് ഒക്കെ നമ്മുടെ പ്രവൃത്തിയിലാണ് വേണ്ടത്. അല്ലാതെ ആളെ കാണുമ്പോൾ എണീറ്റ് നിന്ന് കൈപൊക്കി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആ വക പരിപാടിയൊന്നുമില്ലല്ലോ. പോലീസിലായിരുന്നു. ഓ ഓക്കെ. ഞാൻ ജനിക്കുന്നതിന് തൊട്ട് മുമ്പേ അച്ഛൻ പോയി. അതിനുശേഷം അമ്മയും മെന്റലി ഭയങ്കര വീക്കായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇവന് ഒരു കൊച്ചുമായിട്ട് പ്രേമത്തിലായിരുന്നു എന്നുള്ള മൂടി നിപ്പാ. വേറൊന്നും നോക്കാൻ പോയില്ല. പിന്നെ ആ കുട്ടീനെ വീട്ടിൽ നിന്ന് ഇറക്കി ഇവരുടെ കല്യാണം നടത്തി 2 പേരെയും മണിയറയിലേക്ക് കയറ്റാന്നുള്ള ജോലിയുടെ ഉത്തരവാദിത്തം കേരള പോലീസ് അങ്ങ് ഏറ്റെടുത്തു. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ റഷീദ സാറേ, ഒരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? ഞങ്ങൾ ഫോറസ്റ്റ് റോഡ് വഴി ഇങ്ങനെ പാസ് ചെയ്ത് വരുമായിരുന്നേ. സൈഡിലൊരു വണ്ടി കണ്ട് പന്തികേട് തോന്നി ഒന്ന് കയറി നോക്കിയതാ. കുറച്ച് പിള്ളേർ സെറ്റ് അകത്തുണ്ടായിരുന്നു. എന്താ വീഡിയോ എടുക്കാനോ മറ്റോ പരിപാടിയായിരുന്നു. തമിഴന്മാരാണ് സാറേ. 1-2 പെമ്പിള്ളേരൊക്കെ ഉണ്ട്. ആര്? റജിയ? അതെ സാറേ. സംസാരം കേട്ടിട്ട് ഏതോ പിടിപാടിലെ പിള്ളേരാ. എൻ്റെ നിൽക്കുന്നു തോന്നില്ല. സാറിനൊന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ? ഇയാളെ എന്തിനാണ് കയറി വട്ടം നിൽക്കണേ? இப்போ வரும். இருக்கு சார், அவன்கிட்ட பேசணும். நாங்கள் இப்போ கூட எங்கள் ஏரியாவில் தான் நின்றுட்டு இருக்கோம். தம்பி, நான் சொல்றது கேளு. இதுக்கப்புறம் ஃபாரஸ்ட் டிபார்ட்மெண்ட்டுக்கு மட்டும் தான் பர்மிஷன். இது வந்து வேற. அப்போ இவன் அடியில் குறவுண்டு வரதே இல்லை. நீங்கள் நிற்கிற இந்த ஏரியா எங்கள் அப்பா கண்ட்ரோலில் இருக்கு. இங்கேருந்து ஏதாச்சும் பண்ண உன் தலையில் தொப்பி இருக்காது, பார்த்துக்கோ. உங்கள் யூனிஃபார்ம் ഫോൺ ഓഫ് എന്തൊക്കെ നടക്കുന്നത്? എന്തൊക്കെ ഉണ്ടേ കാണിക്കൂ. എവിടെയാണോ? കുറച്ച് അകത്താ സാർ. ബോഡി മൊത്തം എന്തൊക്കെ കടിച്ചു കയറിയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് മുഴുവൻ ചെളിയാണ് സാർ. ഏതോ ചതുപ്പിൽ വിടാൻ തോന്നുന്നു. ഇതിൽ അവൻ്റെ വെടിയുണ്ട്. അറിയിച്ചോ? അവർ പോന്നിട്ടുണ്ട് സാർ. കയറി വരാൻ കുറച്ച് സമയമെടുക്കും. ഇതിലാ പിള്ളേരോട്ട് വെടിവെച്ചേ. ബുള്ളറ്റ് വുണ്ട് കണ്ടില്ല.
നിന്റെ കേടാ. ഫോറസ്റ്റുകാർക്ക് ഇല്ലാത്ത കടിയാണല്ലോ നിനക്ക്. ഒരിത്തിരി സ്വാതന്ത്ര്യം തന്നു വെച്ച് നീ എന്റെ നെഞ്ചത്തോട്ട് കയറി ഉണ്ടാക്കല്ലേട്ടാ. ആ പിള്ളേരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്താ? ആ സാറേ. നമുക്ക് ആ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാ. ഓ, നമ്മൾ പിന്നെ പൊട്ടന്മാരാണല്ലോ. അതാ പെരുമല സ്റ്റേഷനിലെ പോലീസുകാരൻ്റെ ബോഡിയാണ് സാറേ. അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇവനേതാ? പുതിയ CPO സാറേ. താഴേക്ക് ഒന്ന് ട്രൈ. ശരി സാർ. ഇവിടെ ഫോറൻസിക്കാർ വരുമ്പോൾ സ്റ്റേഷനിൽ അറിയിക്കേ. ഞാൻ സ്റ്റേഷനിലുണ്ടോ? Oh shit. Oh god, okay. Can anyone hear me? Sir? Hello? Hello? ഇത് അയാളുടെ ആൻസെറ്റ് അല്ലേ? கேக்குதா? நாங்க இந்த காட்டுக்குள்ள ஒரு டீமா வந்தோம் சார். இப்போ மத்தவங்க எல்லாம் காணோம். நான் மட்டும் இங்க மாட்டிட்டு இருக்கேன். என்னை எப்படி? சார் 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 என் பேர் ஸ்டீஃபன் சார். கேக்குதா? கேக்குதா சார்? കേക്കുത്. சார் சார் என் கால் அடிபட்டிருக்கு சார். உசுரே போற மாதிரி இருக்கு சார். ഇതിന്റെ ഹാൻഡ്സെറ്റ് ഇപ്പൊ കേരള പോലീസിന്റെ കയ്യിലാ. താങ്കൾ കൺട്രോൾ റൂമിൽ അറിയിക്കൂ, അല്ലെങ്കിൽ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യൂ. சார் 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 நான் சொல்றத கொஞ்சம் கேளுங்க சார். நான் ரொம்ப நேரமா ட்ரை பண்ணிட்டு இருக்கேன். ஆனா யாருமே ஆன்சர் பண்ணல சார். നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? என்னால ஒரு அடி கூட நகர முடியல சார். ரத்தம் ரொம்ப ഏരിയ അല്ല. ஏதாவது പോലീസുകാരല്ലേ എന്ത് ഒരു വള്ളിക്ക്? മാങ്ങാത്തുള്ളി നമുക്ക് മനസ്സിലാവൂല. Please, sir. Sir. നോക്കിയേ. പക്ഷെ ലൊക്കേഷൻ ഒന്നും ഇല്ലാതെ എന്താ ചെയ്യാൻ പറ്റും? പുള്ളിയുടെ ഫോൺ വെച്ചിട്ട് ലൊക്കേഷൻ എടുത്തൂടെ? കമോൺ. Sir. லைன்ல இருக்கீங்களா? Sir, எனக்கு குழந்தை பிறக்க போகுது சார். Oh no. கல்யாணம் ஆகி ரொம்ப வருஷத்துக்கு அப்புறம் இப்பதான் சார். ഒന്ന് ഓഫാക്കി വെക്ക് സാർ. ஏதாச்சும் சொல்லுங்க ശേഷം சார். ഈ വണ്ടി എടുക്ക്. സാറേ, അയാളുടെ ബ്ലഡ് കുറെ പോയിട്ടുണ്ടെന്നാ പറയണേ. നമ്മളിപ്പോ പോയില്ലെങ്കിൽ അയാൾ അവിടെ കിടന്ന് ചാവും സാറേ. അതിന് ഇത് നമ്മുടെ പണിയല്ല. സാറേ, ഇത് നമ്മുടെ പണിയല്ലെന്ന് അറിയാം. പക്ഷെ നമ്മളിപ്പോൾ വിചാരിച്ച അയാൾക്ക് അയാളുടെ കൊച്ചിനെ കാണാൻ പറ്റും. ഒരു ജീവന്റെ വിലയല്ലേ സാറേ? എന്നാ കേട്ടോ അകത്തോട്ട് കയറാനാണെങ്കിൽ സാറ് പൊക്കും. ഞാൻ ഇല്ല. സാറിന് എന്താ പേടിയാണോ? പേടിയാ. Okay. Okay. Shit. Oh no. But he's died. Okay, wait. അയാളെ വെടി വെച്ചിട്ട് come on, headshot. You have a clean shot, man. ഇങ്ങനത്തെ ക്രിമിനൽസിനെ ഷൂട്ട് അറ്റ് ബ്ലാങ്ക്. ജീവനോടെ ഉണ്ടോ എന്ന് നോക്കിയാൽ പണിയാവും. அவங்கள பாத்தீங்கன்னா சுற்றாத. முதல்ல எனக்கு இன்ஃபார்ம் பண்ணுங்க. ഇങ്ങനെ ഹൗ ഡു യു ഹാവ് ടു ആക്ട് ഇൻ സെൽഫ് ഡിഫെൻസ്? ഇവിടെ ഒരു വെടിവെക്ക്. போய் நல்ல காலம் வர்றதுக்காக மக்கள் எல்லாம் சாமிகிட்ட வேண்டிட்டாங்க. Pray to that deity. கெட்ட எண்ணத்தோட மக்கள் எல்லாம் வந்து The day people began offering human sacrifices. தான் பிரச்சனை. That's creepy as fuck. நீ இந்த சைடு போ, நான் அந்த பக்கம் போறேன். ஐயோ, சொல்றத கொஞ்சம் கேளுங்க சார். ஐயோ முத்துவேல், அந்த காலத்துல இந்த மாதிரி கதையெல்லாம் நிறைய இருக்கும். ஆனா நாம இப்ப அவங்கள பிடிச்சுதான் ஆகணும். நமக்கு வேற வழி கிடையாது. പോ പുറിഞ്ചിക്കോ. ജീവനോട് പിടിക്കണമെന്ന് വെച്ചിട്ട് യൂസ് യുവർ വെപ്പൺസ് മാൻ. ഡു യു ഹാവ് എ ഗൺ? വെടിവെച്ച് താഴെ ഇട, അല്ലെങ്കിൽ കാലിലെങ്കിലും അറ്റ്ലീസ്റ്റ് വെടിവെക്കുക. ദർ നോട്ട് സിമ്പിൾ ക്രിമിനൽസ്, ദർ അഗ്രസീവ് വൺസ്.
என்னாச்சு முத்துவேல்? തോന്നുന്നുണ്ടോ? ഗുഡ്, ഫൈനലി ദിസ് വാട്ട് ഷുഡ് ഹാവ് ബീൻ ഡൺ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ആദ്യമേ തന്നെ ചെയ്താൽ പോരായിരുന്നോ? ഒന്നുകൂടി. ഓ, ബ്ലഡ്. Is it going to trigger something? Ooh, ഇതെന്ത് സൗണ്ടാ? തലവേദന. മതി. ഓ, முத்துவேல், யோ முத்துவேல், யோ முத்துவேல், பீட்டர், ഓക്കെ. எங்கேயா போயிட்டீங்க? ഇനി ഉള്ളിലോട്ട് പോണോ സാറേ? എന്തടേ വയ്യേ? ഈ നാട്ടുകാരെന്താ പറയണേ? അവര് പല കഥകളും പറയുന്നുണ്ടോ. ഈ കാട്ടില് കുറെ പേര് മിസ്സായിട്ടുണ്ട്. 1960-ലാണ് നമ്മളുടെ സ്റ്റേഷനിലെ ആദ്യത്തെ കേസ് മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ അടുത്തുള്ള ഒരു എസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന ഒരു പെങ്കൊച്ചിന്റെ കേസായിരുന്നു അത്. ആ ചെറുക്കന് ഈ പെങ്കൊച്ചുമായിട്ട് എന്തൊക്കെയോ ചിറ്റുകളിൽ ഉണ്ടായി. അത് കയ്യോടെ പിടിച്ച മദാമ രണ്ടെണ്ണത്തിനെയും കാട്ടിക്കൊണ്ടേ തട്ടി ഒടുക്ക അവരും സമയത്തെ കാട്ടിന് ഇതുപോലൊരു ബോഡി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ബോഡി കിട്ടിയില്ലേ, ഏകദേശം അതേ സ്ഥലത്തിനടുത്ത് തന്നെ. അയാളും മരിച്ചിട്ട് അധികം സമയമൊന്നും ആയിണ്ടായിരുന്നില്ല. ബോഡി അഴുകി തുടങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്താവാൻ, തല കിട്ടാത്തത് കൊണ്ട് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സായിപ്പിന്റെ ബോഡിയാണെന്ന് പറഞ്ഞ നാട്ടുകാർ കഥ ധരിച്ചിറക്കി. ഏത് 19 കൊല്ലം മുമ്പ് തട്ടിപ്പോയ സായിപ്പിന്റെ. കുറെ തെരഞ്ഞു, ഒന്നും കിട്ടിയൊന്നുമില്ല. അന്ന് ഇത്രയൊന്നും ഉൾക്കാട്ടിലേക്കൊന്നും കേറിയിട്ടില്ല. ഞാൻ ഈ ഏരിയയിലൊക്കെ ആദ്യമായിട്ടാണ്. അന്ന് ഞങ്ങൾക്ക് ഒരു തലയോട്ടി കിട്ടി. അതിന് കുറച്ച് പഴക്കമുണ്ടായിരുന്നു. അത് ചിലപ്പോ സായിപ്പില്ല. എടോ, അയാള് പറഞ്ഞത് വെച്ച് ഇത് അതർ സ്റ്റേറ്റ് ആണ്. നമ്മൾ അവരെ വിളിച്ചറിയിച്ച, അവര് പിന്നെ ഫോറസ്റ്റിൽ അറിയിച്ച, അവരൊക്കെ ഇവിടെ എത്തുമ്പോഴേക്കും അയാള് മരിച്ചു പോയിട്ടുണ്ടാവും. ഒരു ജീവന്റെ കാര്യമല്ലേ നമുക്ക്. മണി പ്ലാൻ എവിടെ വെച്ചാ അവര് ഷൂട്ട് ചെയ്തേ? ഇവിടെ ലൊക്കേഷൻ. കിട്ടണേ അറിയിക്കും. അയാൾക്ക് ബോധം. കോവിൽ. ഹലോ, കേക്കുതാ? ഹലോ, ഇതൊന്ന് നോക്കിയടാ. അമ്പലത്തിന് മുന്നിലുണ്ട്. എന്ത് പക്കത്തില്ല? അയാളോട് വേറെ എന്തെങ്കിലും അടയാളം പറ. സാറേ, എവിടെയാണ്? എല്ലായിടത്തും മരല്ലേ? കാട്ടിൽ മരമല്ലാതെ പിന്നെ എന്നാ മൈ? സാറേ, ഉറപ്പല്ലേ? ஹலோ, யாரு സാർ? ഞാൻ അശോകൻ, വെള്ളൂർക്കാട് സ്റ്റേഷനിൽ ഇൻചാർജ്. சொல்லுங்க சார். സാർ, ഞങ്ങൾക്ക് കാലത്തെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നേ. നിങ്ങളുടെ സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാരോട് പെട്ട് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞേ, കാടിനുള്ളില്. எந்த ஏரியா സാർ? കോവിലില്ലേ, പഴയൊരു കോവിലില്ലേ ഉൾക്കാട്ടില്, അതിനടുത്താന്ന് പറഞ്ഞു. ഓ, കോവിലാ? എന്താ കോവില്? ഒരു കാക്കയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കോവിലില്ലേ പഴയത്, അതിന്റെ പരിസരത്താ. ഓ ഷിറ്റ്. அந்த இடத்துலயா? உங்களுக்கெல்லாம் அறிவில்லையா? இங்க இருந்து அங்க யாரும் போயிருக்கிறதுக்கு வாய்ப்பே இல்ல. முதல்ல தயவு செஞ்சு அங்க இருந்து கிளம்புங்க. സാർ, ഞങ്ങളിപ്പോ കുറച്ചു നേരത്തെ അയാളോട് സംസാരിച്ചോളൂ. அந்த ஆளுக்கு பேர் இல்லையா? സ്റ്റീഫൻ എന്നാണെന്ന് തോന്നുന്നു അയാളുടെ പേര്. சார், பேரே தெரியல. யாரு என்னன்னு விசாரிக்காம நீங்க எதுக்கு சார் ஃபாரஸ்ட்குள்ள போனீங்க? സ്റ്റീഫൻ തന്നെ സാറേ. സ്റ്റീഫൻ തന്നെയാണ് പേര്. സാർ, ലൈനിൽ ഇരിക്കீங்களா സാർ? സാറേ, അയാള്. സാർ, ഇതെന്തോ പണിയാണ് സാർ. നമുക്ക് ഇവിടുന്ന് പോവാം. സാർ, நீங்க எங்க இருக்கீங்க സാർ? എടോ, താൻ എവിടാന്ന് ഈ പറയുന്നത്? സ്റ്റേഷൻ തന്നെയാണോ? ആമാ സാർ. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പോ സ്റ്റീഫന്റെ പേരിൽ ഒരാൾ ഇല്ലെന്നാണല്ലോ പറഞ്ഞേ. எந்த போலீஸ் சார்? இந்த நிலைமையில நான் எதுக்கு உங்ககிட்ட போய் சொல்லணும் சார்?
என் பேரு ஸ்டீஃபன் ஜார்ஜ். நான் பெருமலை ஸ்டேஷன்ல இன்ஸ்பெக்டர் ஸ்டீஃபன் சார். സാറേ നമുക്ക് ആ എസ് ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ? ப்ளீஸ் ஹெல்ப் மீ சார். അയാൾ ഈ സ്ഥലം മോശമായോണ്ട് என்ன சார் உங்க பிரச்சனை? இன்னும் நீங்க വെറുതെ அங்க പറയാണോ? സാറേ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മുഴുവനായിട്ടൊന്ന് സാറ് കേൾക്കണം. ഇന്ന് രാവിലെ ഫോറസ്റ്റ് റോഡിൽ വെച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടായി. അപകടത്തിൽപ്പെട്ടത് പീറ്റർ എന്ന പേരുള്ള നിങ്ങളുടെ സ്റ്റേഷനിലെ ഒരു പോലീസുകാരനാ. അയാളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പെരുമല സ്റ്റേഷനിലെ SI സ്റ്റീഫൻ ജോർജ് ആണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇത് രണ്ടും കൂടാതെ ഇന്ന് ഞങ്ങൾക്ക് കാടിനകത്തുനിന്ന് ഒരു ബോഡിയും കിട്ടിയിട്ടുണ്ട്. അതും ഒരു പോലീസുകാരൻ്റെതാണ്. இன்னைக்கு எங்க ஸ்டேஷன்ல மீட்டிங் போச்சு. நாங்க எல்லாருமே அங்கதான் இருந்தோம். எங்க ஸ்டேஷன்ல 2 எஸ்ஐ தான். ஒன்னு ராமு, இன்னொன்னு பிரின்சிபல் எஸ்ஐ குமார். நீங்க சொல்ற பீட்டர் ஸ்டீபன்ங்கற பேர்ல யாருமே கிடையாது. വാട്ട്? സാറേ അയാൾ അത്ര ഷുവറായിട്ടാണ് പറയുന്നത്. അയാളിപ്പോ ലൈനിലുണ്ട്. നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക്. സാറേ சொல்லுங்க சார். സാറേ നിങ്ങളുടെ സ്റ്റേഷനിലെ ASI കോളിലുണ്ട്. ഒന്ന് സംസാരിച്ചു നോക്ക്. ஏசையா யார்? முத்துவேல் தானே? யோ முத்துவேல், நான் ஸ்டீ இங்க. தயவு செஞ்சு சீக்கிரம் வாங்க. ஆமா, அவர் பேர் என்ன சொன்ன? ஸ்டீபன் ஜார்ஜ் தானே? അതെ സ്റ്റീഫൻ ജോർജ്. அந்த முத்துவேலோட ஃபுல் நேம் கேளு. സാറേ ആ മുത്തുവേലിന്റെ ഫുൾ നെയിം എന്താ? மாரியப்பன். വാട്ട്? Are they dead? Dead people? சார், ஸ்டீஃபன் ஒரு எஸ்ஐ எங்க ஸ்டேஷன்ல இருந்தாரு. ஆனா இப்ப இல்ல, 30 வருஷத்துக்கு முன்னாடி. Time loop. டீமும் அந்த ஃபாரஸ்ட்ல மிஸ் ஆயிட்டாங்க. Oh no. கரெக்ட் ஒன். முத்துவேல், பீட்டர், முனுசாமி, செல்வம். அதுல முத்துவேல் வந்து என்னோட அப்பா. Oh no. அதுக்கப்புறம் அவங்களை யாரும் பார்த்ததே கிடையாது. இன்னும் Oh சொல்ல no. Oh shit. வாய்ப்பே கிடையாது. அவங்க யாரும் உயிரோட திரும்பி வந்ததே இல்ல. Oh shit. Get out of there, people. Get out of there. Get out. அந்த இடத்தோட கிளம்புங்க. So അയാൾ വെടിവെച്ചു. അപ്പൊ ബ്ലഡ് സ്പില്ലായി. ബ്ലഡ്. അയാൾ പറയുന്നത് നീയും കേട്ടതല്ലേ? നിന്റെ തലയിലോട്ടൊന്നും കേറിയില്ലേ? ഇങ്ങനെ ആരെങ്കിലും പറയുന്ന കേൾക്കണോ? നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടത് വിശ്വസിക്കണോ? ഞാൻ ആദ്യമേ പറഞ്ഞാണ് സാറേ, ഈ കൊണച്ച വർത്താനം കേട്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. സാറേ ആവശ്യമില്ലാതെ തെറിയൊന്നും വിളിക്കില്ലേ? തെറി വിളിച്ചാൽ നീ എന്ത് ചെയ്യടാ? ആ വിളിച്ചു നോക്ക്. എന്ത്? എന്നാ സാറുമാർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കുക കേട്ടാ. அதுக்கு கீழே தான் சார் இருக்கேன். சார் நான் இங்கே இருக்கேன். சார் கேக்குதா? കേക്കുതാ? അയാൾ അവിടെ ഇല്ലായിരിക്കും ഇല്ലേ? ഒട്ടും പ്രതീക്ഷിക്കാതെ ട്വിസ്റ്റ് ആയിരുന്നുണ്ടാ. சார் சார், கேரளா போலீஸ் யூனிஃபார்ம். இது ஒரு மிடில் ஏஜ் மேன் சார். இது ஒரு இன்ஸ்பெக்டரோட பாடி சார். பேர் அசோக் என்று போட்டிருக்கு சார். Oh எம்ஜி அசோகன். വെരി ലൂപ്പിലായ. Okay, that's not good. സാറേ നിങ്ങൾ എപ്പോഴേ ഇങ്ങോട്ട് വന്നേ? ഡേറ്റ് எதுக்கு சார் இப்ப டேட் எல்லாம் கேக்குறீங்க? പറ സാറേ. May 26th. വർഷം പറ സാറേ. Nice. Holy shit. Holy shit. ഈ സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി നൈസ്. വേറെ കുറേ ഫ്ലോസ് ഉണ്ട് സിനിമയ്ക്ക്, പക്ഷേ സ്റ്റോറി ഈസ് വെരി ഗുഡ് മാൻ. ഐ ലൈക്ക് ഇറ്റ്. சார் ஐசி எந்த பக்கம்? അതെ അങ്ങോട്ട് പോയാ அங்கேயா? സാറേ എനിക്ക് മനസ്സിലാത്ത അശോകൻ സാറിൻ്റെ ബോഡി ഇങ്ങനെ അവിടെ വന്നേ. കാരണം അശോകൻ സാർ പ്രസൻറ്റിലുള്ളതല്ലേ? അതാണ് ഈ അയാൾ മരിച്ചു. സാറേ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. എന്താടാ? അയാളുടെ റിലേറ്റീവ്സ് ആയിട്ട് ഇവിടെ വന്നിരുന്ന ആൾക്കാരിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കാണാൻ ഏകദേശം ഒരു 50 വയസ്സ് പ്രായം വരും. അയാൾ അമ്മ എങ്ങനെ ആയിരിക്കും? ഹോസ്പിറ്റലിലെ സ്റ്റാഫൊക്കെ ആദ്യം അങ്ങനെയാ സാറേ, അമ്മയല്ല. സഹോദരി, വൈഫ്. പിന്നെ பீட்டரை பார்க்கணும், உள்ள விடுங்க.
സാർ ഇവര് பீட்டரை பார்க்கணும் உள்ள விட மாட்டேங்கிறாங்க എന്താണ് പ്രശ്നം? டேய், சொல்றா ഇന്ന് ഇവിടെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്ന പീറ്ററിന്റെ റിലേറ്റീവ്സ് ആന്ന് പറഞ്ഞ ആൾക്കാരാണ്. റിലേഷൻ എന്താണെന്ന് ചോദിച്ചപ്പോ ഇവര് പറയുന്നു പീറ്റർ ഇവരുടെ ഭർത്താവാണെന്ന്. അതിനിപ്പോ എന്താ? സാറ് കണ്ടല്ലേ സാറേ, പീറ്ററിന് വല്ല 30 വയസ്സ് വല്ല പ്രായം ഉണ്ടാവും. ഇതുവരെ ഫ്രോഡ് കേസാ സാറേ. യോ காணாம போயிட்டாரு എപ്പോ? 30 வருஷத்துக்கு முன்னாடி 30 വർഷോ? അമ്മ ഇതിനകത്ത് കിടക്കുന്ന ആൾക്ക് 30 വയസ്സ് പ്രായമുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. என்ன சார் விளையாடுறீங்களா? பீட்டர் இவர் தானே? ആളൊക്കെ ഇത് തന്നെ. നിങ്ങളിപ്പോ ഇവരെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. கன்ஃபார்மா? കൺഫേം നീ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. ഇത് ഹോസ്പിറ്റലാണ്, ഇവിടെ കിടന്ന് ബേളം ഉണ്ടാക്കരുത്. சார் இந்த கார்டுல டேட்டா பொறுத்து பாருங்க சார். 1959ல பிறந்த இவருக்கு எப்படி சார் இப்போ 30 வயசு இருக்கும்? ഒരു ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ച ലൂപ്പിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റൂല. ഇതിപ്പോ എന്താ ചെയ്യാ സാറേ? ജോഷേ, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാടാ. നിങ്ങൾ അവിടെ നിന്ന് സ്ഥലം കാലി കേൾക്കാതെ തടിതപ്പ് ഇയാളാട്ട് കണ്ടം വഴി ഓടിക്കുമോ? അയ്യോ ഇയാൾ പണി ഉണ്ടാക്കുമെന്തോ. വെടിവെക്കുക. ഐ തിങ്ക് ലാർജ് സൗണ്ടും ബ്ലഡുമാണ് ഇത് ട്രിഗർ ചെയ്യുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്താൽ മേ ബി. വേറെ ബോഡി, ലോട്ട് ഓഫ് ബോഡീസ്. ആ, നിങ്ങൾ അവിടെ സ്ഥലം വിടാൻ നോക്ക്. ഇവിടെ നിന്നിട്ട് ഇപ്പം എന്താ ചെയ്യാനാണ്? സനീഷേ പറയടാ. ആ സാറേ, ഫോറൻസിക്കാർ വന്ന ഒരു പരിപാടികൾ തുടങ്ങിയിരുന്നേ സാറേ. ഇപ്പം റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. റജിയില്ല സാറേ, ബോഡി പെരുമല സ്റ്റേഷനിൽ ആരുമല്ല സാറിനെ പോലെ തന്നെ ഉണ്ട് സാറേ. സനീഷ നീ അടിച്ചിട്ടുണ്ടാ? ഇല്ല സാറേ. ഇവിടെ റഷീദ് ഉണ്ടോ? അവിടെ റഷീദ് സാർ ഇവിടെ ഇല്ല സാറേ. അവിടെ വേറെ ആരാ? ഇവര് ലൂപ്പിലാണോ അല്ലയോ അതാണ് എനിക്ക് മനസ്സിലാവാത്ത. ഫോണൊന്നും കൊടുത്ത മൊത്തം കോംപ്ലക്സ് ആണല്ലോ, ഒന്നും മനസ്സിലാവണില്ല. എന്താ കിളി പോയി? എടാ എന്താടാ പ്രശ്നം? അതെ, എന്താണിത്? ഫേസ് ക്ലീൻ ചെയ്തപ്പോഴും കാണാൻ റജി സാറിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ID കാർഡ് കിട്ടിയപ്പോൾ അതുപോലെ തന്നെ ഉണ്ട്. എടാ ആകാശേ, നമ്മൾ ആ ബോഡി കാണാൻ പോകുമ്പോ റജി അവിടെ ഇല്ലേ നമ്മുടെ കൂടെ? നീ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു സാറേ. പിന്നെന്താ കോപ്പാണ് ഇവിടെ ഈ നടക്കണത്? നിങ്ങൾ തിരിച്ചു പോ, അവിടെ നിന്ന് ഇറങ്ങ്. ഇത് സൗണ്ട് ഉറക്കത്തിൽ കുഴപ്പമില്ല. ഭയങ്കരാളതെ നിങ്ങൾ ഇവിടെ എത്തി. ലെറ്റ്സ് ഗോ. പിടിക്ക്. ഓക്കെ, അപ്പോൾ ലൂപ്പ് ബ്രേക്ക് ആവണം. അവിടെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണേ. പിടിച്ച് കയറ്റി വള്ളി ഒന്ന് ഇട്ട് കൊടുക്കും. ഒരു വള്ളി ഇട്ട് കൊടുക്കും, എന്തെങ്കിലും ഇട്ട് കൊടുക്കും. പിടിക്കാൻ പറ്റിയ വള്ളിയോ കയറോ എന്തെങ്കിലും. കയറില്ല. കമോൺ മാൻ. ഓ നോ. Right. എന്തിനാ വെടി പൊട്ടിക്കാൻ പോണേ? നോ. എന്തിനവിടെ വെടി പൊട്ടിക്കേണ്ട ഒരേ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്ത് സിനിമയത്? നമുക്ക് ഹോൾഡ് ഓൺ, നമുക്ക് ഇവിടെ വെച്ച് ഫസ്റ്റ് പാർട്ട് 1 അവസാനിപ്പിക്കാം. ഫോർ നൗ. ഇതെന്തത്? ഓക്കെ, ഐ തിങ്ക് ഒന്ന് ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ കോൺസെപ്റ്റ് അടിപൊളി, സ്റ്റോറി ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതുവരെ. ഐ തിങ്ക് ഫസ്റ്റ് ഹാഫ് കൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് മൊത്തം കൺഫ്യൂഷനാണ്. പക്ഷേ ഈവൻ ടൈം ലൂപ്പ് ആണെങ്കിൽ കൂടി അതിനൊരു ലോജിക്ക് ഉണ്ടാവുമല്ലോ. ഇതിൽ ആ ലോജിക്കില്ല. കാരണം ഇവർ ആ ടൈം ലൂപ്പ് ട്രിഗർ ചെയ്യുന്നതിന് മുന്നേ തന്നെ അശോകൻ സാറ് മരിച്ചു. അതെങ്ങനെ പോസിബിൾ ആവും? ഓക്കെ, മേ ബി അവർക്ക് അറിയില്ലായിരിക്കും അവർ ലൂപ്പിലാണെന്ന്. പക്ഷെ എന്നാലും റജി മറ്റേ ആ പിള്ളേർ മറ്റേ ഒരു പിള്ളേരെ കുറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വെടി വെച്ചില്ലായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് അടി ഉണ്ടാക്കിയതല്ലേ ഉള്ളായിരുന്നു. അപ്പം എങ്ങനെ ഇത് ട്രിഗറായി?
മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. പക്ഷേ ടൈം ലൂപ്പിൽ നിന്ന് ഒരാൾ പുറത്ത് വന്നിട്ടുമുണ്ട്. 30 വയസ്സുള്ള ഒരാൾ വണ്ടി ഇടിച്ച് അല്ല ഇത്രയും വർഷം ലൂപ്പിൽ കിടന്ന ആൾ പുറത്തിറങ്ങി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പോൾ ഏജ് സെയിം ആണ്. അപ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് നമുക്കറിയാം. അതേസമയം തന്നെ ആ കാലിൽ വെടികൊണ്ട് മരിച്ച ആൾ അസ്ഥികൂടമായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ലൂപ്പിൽ പുറത്തിറങ്ങാൻ പറ്റുന്ന ആൾക്കാരുമുണ്ട്, പറ്റാത്ത ആൾക്കാരുമുണ്ട്. പക്ഷെ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുവാണെങ്കിലും ആ മറ്റേ ആ മരത്തിന് താഴെ കിടന്ന അസ്ഥി കൂടെ ആവണ്ട. അത് റിയൽ ലൈഫ് പേഴ്സൺ ആയിരിക്കണ്ടായിരുന്നോ? പക്ഷെ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഈ ലൂപ്പാണെന്ന് മനസ്സിലായി, പക്ഷേ ലൂപ്പിന് ലോജിക്കില്ല. കുളമായിട്ടുള്ള ലൂപ്പാണ്. ഓൾസോ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഊഹമാണ്, ഇനി സംഭവിക്കാൻ പോകുന്നത് മേ ബി ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ അവരെന്തെങ്കിലും മെക്കാനിസം കണ്ടുപിടിക്കും. മേ ബി ആ പ്രതിമ പൊളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മതാമ്മയെ കണ്ടുപിടിക്കുകയോ എന്തെങ്കിലും ചെയ്യണമായിരിക്കും. സോ ചെയ്തിട്ട് ലാസ്റ്റ് ആ ലൂപ്പ് പൊളിക്കുമ്പോൾ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മേ ബി ആയിരിക്കും തോന്നുന്നു സെക്കൻഡ് ഹാഫ്. പക്ഷേ സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ഇങ്ങനത്തെ ഒരു സിനിമ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഭയങ്കര ബഡ്ജറ്റുള്ള ഫിലിമൊന്നുമല്ല. പക്ഷേ എൻ്റെ സ്റ്റോറി ഈസ് വെരി ഗുഡ്. പക്ഷെ അതേപോലെ തന്നെ കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. കാരണം ലൈക്ക് ഈ ചില എക്സ്പ്രഷൻസും സിനിമാറ്റോഗ്രഫി ആക്ടിങ് ഒക്കെ ബെറ്റർ ആക്കായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു സ്റ്റോറി വഴമ്പില്ല അത് മര്യാദയ്ക്ക് എക്സിക്യൂട്ട് ചെയ്താൽ ഇപ്പം ഈ കിഷ്കിൻ്റെ ഗാനത്തിൽ എക്കോലും കിട്ടുന്ന പോലത്തെ ആ മ്യൂസിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫിയും നല്ലതാണ്, കൊള്ളത്തില്ല എന്നല്ല. സൗണ്ട് ഡിസൈനൊക്കെ കൊള്ളാം. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളെ ഡിസ്റ്റർബ്ഡ് ആവുമല്ലോ. ആ ഒരു സാധനം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ഈ ബ്ലഡ് വീണിട്ട് ആ സാധനം ട്രിഗർ ആകുമ്പോൾ ആക്ച്വലി നമുക്ക് കുറേ നേരം കേട്ടോണ്ടിരിക്കാൻ പറ്റും. നമുക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും. ഒരു ഹൊറർ മൂവി കാണുമ്പോഴും അങ്ങനെയാണല്ലേ. പക്ഷെ ഇത് ഹൊറർ മൂവി കാണുമ്പോൾ ഹൊറർ അല്ല, മോർ ഡിസ്റ്റർബിംഗ് ആണ്. സോ ഇത് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ അത് ചില സമയത്ത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഐ ആം സമൺ ഹൂ ലൈക്സ് സ്റ്റോറീസ്. സോ എൻ്റെ തിയറിൽ ദിസ് ഈസ് എ വെരി ഗുഡ് മൂവി. കാരണം എനിക്ക് സ്റ്റോറിക്ക് പ്രയോറിറ്റി ഹയറായിട്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ട് ജനറലി. ആൻഡ് നമുക്ക് ഇപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് പറയാൻ പറ്റില്ല. വിൽ വാച്ച് ദ എൻറ്റയറിറ്റി ഓഫ് ദ മൂവി. ആൻഡ് താങ്ക് യു സോ മച്ച് ഗെയിമർ ഫ്രീക്ക് അല്ലേ ഫോർ റെക്കമെൻഡിങ് ദിസ് മൂവി. സോ അല്ലെങ്കിൽ ഞാനിത് മിക്കവാറും കാണില്ലായിരുന്നു. കാരണം ഞാൻ ലൈക്ക് ഇഗ്നോർ ചെയ്തൊരു മൂവിയാണ് കംപ്ലീറ്റ്ലി ഇറങ്ങിയിട്ട്. സോ അതുകൊണ്ട് നമുക്ക് ഐ റിയലി അപ്രീഷിയേറ്റ് യു റെക്കമെൻഡിങ് ദിസ് മൂവി ടു മീ. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് 7.3 IMDb റേറ്റിംഗ്. ദാറ്റ് മേക്ക് സെൻസ്. കാരണം നല്ല സ്റ്റോറി, ഒരു രക്ഷയില്ലാത്ത സ്റ്റോറി. കാരണം ഈ ഇഷ്ടംപോലെ പൊട്ട ഹൊറർ സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട് മര്യാദയ്ക്ക് സ്റ്റോറി ഇല്ലാതെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് വേ ഹെഡ് ഓഫ് ഇറ്റ്. പക്ഷേ 96% ഓഫ് ഗൂഗിൾ യൂസേഴ്സ് ഫിലിം അത് കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ടുള്ള പോലെ തോന്നി. പക്ഷേ ലെറ്റ്സ് സീ. എനിവേ വിൽ സീ. 7.3 ആക്ച്വലി ഈസ് എ റിയലി ഗുഡ് മൂവി. കാരണം നമ്മൾ കണ്ടിട്ടുള്ള റീസൺ ആയിട്ടുള്ള കുറേ മൂവീസിന് 7 പോലും IMDb കിട്ടിയിട്ടില്ല മലയാളം മൂവീസിൻ്റെ. 7.3 ഈസ് വെരി ഗുഡ്. സോ യാ, ലെറ്റ്സ് റാപ്പ് അപ്പ് പാർട്ട് 1 ഓഫ് സംഭവം അധ്യായം 1. ഐ എം വെരി ഇൻവെസ്റ്റഡ് ഇൻ ദ സ്റ്റോറി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ വോണ്ട് സീ ഹൗ ദിസ് ഇസ് ഗോയിങ് ടു ഗോ. ഇത് എങ്ങനെ എൻഡ് ചെയ്യും എന്നുള്ള കാര്യം എനിക്കൊന്ന് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു പാർട്ട് 2 and we'll drop soon on this channel if you are watching it on YouTube. So until I see you guys next video, good night and goodbye.